ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 നമ്മളിപ്പോൾ പഠിച്ചതാണ്. 43-ൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ്റെ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ CPO തുടങ്ങിയ സേനകളിലേക്കുള്ള പരീക്ഷകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ സെക്ഷൻസ് ഓഫ് IT ആക്ട് അല്ലെങ്കിൽ IT ആക്ട് 2000-ലെ PYQs ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ 2 മാർക്കിൻ്റെ മേഖലയാണ് IT ആക്ട് 2000. അതിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ലെ വകുപ്പ് താഴെ കൊടുത്തതിൽ ഏതാണ്? കഴിഞ്ഞ വുമൺ CPOന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് പർപ്പസ്ഫുള്ളി വൈറസ് കടത്തിവിട്ടാൽ ഈ താഴെ പറയുന്ന സെക്ഷനിൽ ഏത് പ്രകാരമാണ് കുറ്റകരമാകുക എന്നതാണ് ക്വസ്റ്റ്യൻ. അത് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാകും, PYQ ആയതുകൊണ്ട്. സെക്ഷൻ 43 അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് IT ആക്ട് 2000. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ IT ആക്റ്റാണ് IT ആക്ട് 2000 അല്ലേ. പിന്നെ ഈ IT ആക്ടിന് ഭേദഗതി വന്നിട്ടുണ്ട്, അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അത് 2008-ലാണ് ഭേദഗതി വന്നിട്ടുള്ളത്. ഈ ഭേദഗതി നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് 2009-ലാണ്. ഇനി ഈ ഭേദഗതി വന്ന സമയത്ത് നമുക്ക് 124 സെക്ഷൻസുമായിട്ടാണ് ഭേദഗതി ഇറങ്ങിയിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ എത്ര സെക്ഷൻസ് ഭേദഗതി വന്ന സമയത്ത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 124ആണ്. ആ 124-ൽ വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഇത്രയും സെക്ഷൻസുകളാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. 43 ഉണ്ട്, 43A ഉണ്ട്, അതുപോലെ തന്നെ 65 65, പിന്നെ 66 66A, 66B, 66C, 66D, 66E, 66F. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് 67 67A, 67B. ഇത് മൂന്നും ഏതാണ്ട് റിലേറ്റഡ് ആണ് അല്ലേ, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി 72A ഉണ്ട്, 77B ഉണ്ട്, 78 ഉണ്ട്. അപ്പോൾ ഇത്ര കുറച്ച് സെക്ഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് 43 പ്രകാരം കുറ്റകരമാണ്. 43-ൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയുടെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ, കമ്പ്യൂട്ടർ റിസോഴ്സുകൾ കേടുപാടുകൾ വരുത്തിക്കഴിഞ്ഞാൽ അവയ്ക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചും പിഴയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണേത്? സെക്ഷൻസ് ഓഫ് IT ആക്ട് 43. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ കേടുവരുത്തിയാലുള്ള പിഴയെയും നഷ്ടപരിഹാരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട്. പിഴ കൊടുക്കണം, അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം. ഈ നഷ്ടപരിഹാരം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ പിഴയോടുകൂടിയുള്ള നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്തില്ല, ശിക്ഷ ഇത്ര വർഷം തടവ് എന്നിവിടെ പറയുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് ഓഫ് IT ആക്ടിൽ 43-നും അതുപോലെ തന്നെ 43A-ക്കും ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കൊടുക്കാൻ പറഞ്ഞ് കിട്ടിയാൽ മാത്രമേ വാങ്ങാൻ പറ്റും. അതിനെ ചൊല്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, കേസിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ശിക്ഷയില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിൽ കുറച്ച് ഫാക്റ്റുകൾ അതിൽ വരുന്നുണ്ട്, കുറച്ച് പോയിന്റുകൾ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവ കേടുപാടുകൾ വരുത്തിക്കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ ഉടമ, ഇപ്പം എൻ്റെ കമ്പ്യൂട്ടർ എൻ്റെ അനുവാദമില്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിച്ച് അതിൽ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നഷ്ടപരിഹാരവും പിഴയും നൽകാൻ മറ്റേ വ്യക്തി ബാധ്യസ്ഥനാണ്. ഓക്കെ, അതും 43-ൽ തന്നെ വരുന്നതാണ്. പിന്നെയും വരുന്നുണ്ട്, അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ ഉള്ള പ്രവേശനം. മറ്റൊരു വ്യക്തിൻ്റെ അനുവാദമില്ലാതെ
അവരുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്രവേശനം ഉറപ്പാക്കിയാൽ അല്ല പ്രവേശിച്ചാൽ, അതാണ്. പക്ഷേ ഈ ഒരു ടേം തന്നെ സെൻറ്റൻസിന് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറ്റൊരു വ്യക്തി അറിയാതെ അവർ കമ്പ്യൂട്ടർ ഉപകരണങ്ങളിലേക്ക് നെറ്റ്വർക്കിലേക്കോ നമ്മൾ കയറി കഴിഞ്ഞാൽ അത് എന്താണ് 43-ൽ വരുന്നതാണ്. സെക്ഷൻസ് ഓഫ് IT ആക്ടിൽ 43 ഒന്നാമത്തെ പോയിന്റിൽ വരുന്നത്. പിന്നെ ബിയിൽ വരുന്നുണ്ട്, അനുമതിയില്ലാതെ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഞാൻ അറിയാതെ എൻ്റെ അനുമതിയില്ലാതെ ഡാറ്റ കോപ്പി ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക എന്നിവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 43-ൻ്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയിൽ വൈറസ് ഏൽപ്പിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അല്ലേ വൈറസുകൾ ഏൽപ്പിച്ച കടത്തിവിട്ട പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണല്ലോ അല്ലേ. അപ്പോൾ വൈറസുകൾ കടത്തിവിട്ട് കഴിഞ്ഞാലും എന്തിൽ വരും? 43-ൻ്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ സെക്ഷൻ 43-ൽ തന്നെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് കമ്പ്യൂട്ടറിലെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയോ ഡാറ്റാബേസുകൾ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാവുക. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വ്യക്തിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിൻ്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റാബേസുകൾ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റയാണ് അല്ലേ. ഡാറ്റാബേസുകൾ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾ ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ കാരണമാവും അല്ലേ. വൈറസൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഡാറ്റയൊക്കെ എന്താവും? നശിച്ചു പോകും അല്ലേ. അപ്പോൾ അതിന് കാരണമായി കഴിഞ്ഞാലും 43-ൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിന് കാരണമാവുക. നെറ്റ്വർക്കിനെ തടസ്സപ്പെടുത്തിയാലും അതെന്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? 43-ൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. നെക്സ്റ്റ്, അധികാരമുള്ള വ്യക്തി കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയുക. അതായത് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എനിക്ക് പ്രവേശനം ഇല്ലാത്തൊരവസ്ഥ വരിക, അതും എന്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? 43-ൻ്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഈ നിയമത്തിനോ, അതായത് 43-നെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. ഈ നിയമത്തിനോ നിയമപ്രകാരം ഉണ്ടാക്കിയ മറ്റേതെങ്കിലും ചട്ടത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസ്ഥാവിരുദ്ധമായി മറ്റ് വ്യക്തികൾക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയിൽ പ്രവേശനം നേടുന്നതിനായി സഹായം നൽകുക. അതായത് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് മറ്റൊരു വ്യക്തിക്ക്, അതായത് ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഞാനല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു ബി എന്നൊരു പറയുന്ന ഒരാൾ സീനെ കടത്തി വിടുന്നു, അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കയറാൻ ഒരു വ്യക്തി, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മറ്റൊരാളെ സഹായിക്കുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തിൻ്റെ പരിധിയിൽ വരും? 43-ൽ വരും. 43 സെക്ഷൻസ് ഓഫ് IT ആക്ട് 43-ൽ വരുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയിൽ കൃത്രിമം കാണിച്ച ഒരു വ്യക്തിക്ക് ലഭിച്ച സേവനങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ഈടാക്കുന്നു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയിൽ കൃത്രിമം കാണിച്ചിട്ട് എന്തെങ്കിലും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും സേവനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ഈടാക്കുന്നു. അങ്ങനെ വന്നാലും 43-ൻ്റെ പരിധിയിൽ പെടുന്നതാണ്. പിന്നെ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മാറ്റം വരുത്തുക അല്ലേ. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് എൻ്റെ വിവരങ്ങൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മൂല്യമില്ലാണ്ടാക്കുക. അങ്ങനെ വന്നാൽ 43-ൻ്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്തത്, തകരാറ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ സോഴ്സ് കോഡ് മോഷ്ടിക്കുക, കൈക്കലാക്കുക, മാറ്റം വരുത്തുക. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തകരാറ് വരുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ സോഴ്സ് കോഡ്, ഒറിജിനൽ കോഡ് മോഷ്ടിക്കുക, കൈക്കലാക്കുക, മാറ്റം വരുത്തുക എന്നിവയൊക്കെ ചെയ്താലും സെക്ഷൻസ് ഓഫ് IT ആക്ട് 43-ൻ്റെ പരിധിയിൽപ്പെടുവേ. ഇനി അടുത്തൊരു PVQ ആണ്. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 നമ്മളിപ്പോൾ പഠിച്ചതാണ്. 43-ൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ
സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 43-നും അതുപോലെ തന്നെ 43A-ക്കും ശിക്ഷയില്ല, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ ഇവിടെ 6 വർഷം തടവും 1 ലക്ഷം രൂപ ഇല്ല, 2 വർഷം തടവും അതും വരുന്നില്ല, 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴ അതും വരുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റായിട്ട് ഏതാണ്? മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. കാരണം ഇതിന് എന്തില്ല, ഇത്ര വർഷം ശിക്ഷ എന്ന് പറയുന്നില്ല. അടുത്തത് PYQ തന്നെയാണ്. നമ്മളിതാ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഫയർഫോഴ്സിൻ്റെ എക്സാമാണ്. അപ്പോൾ മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ച് വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഓക്കെ, ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ് വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? നമ്മൾ ആ പഠിച്ചില്ലേ, 43 കുറച്ച് പോയിന്റ് പഠിച്ചില്ലേ, അതിൽ പെട്ടിട്ടുണ്ടല്ലേ. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് മറ്റൊരു വ്യക്തി കയറിയിട്ട് ഡാറ്റ നശിപ്പിക്കുക, എൻ്റെ ഫ്രണ്ട് കൂട്ട് നിൽക്കുന്നു, അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അത്രയും വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ്, കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി വിടുന്നു അല്ലേ. അപ്പോൾ തന്നെ ഉറപ്പിക്കുക എന്താണ്, 2 പോയിന്റും കിട്ടും. 43 2 പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ വരിക? ഇവിടെ ഏതാണ് വരിക? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക, അതാണ് ഇവിടെ വരുന്നത് ആൻസർ കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 43A കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കോമ്പൻസേഷൻ ഫോർ ഫെയിലർ ടു പ്രൊട്ടക്റ്റ് ഡാറ്റ. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചും പിഴയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണേത് 43A. ഈ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആരൊക്കെയാണ്? ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ എല്ലാ സെൻസിറ്റീവ് വിവരങ്ങളും പേഴ്സണൽ ഡാറ്റ കൊടുത്തിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സിം കാർഡ് ഉണ്ടല്ലോ. സിം കാർഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെല്ലാ പേഴ്സണൽ ഡാറ്റയും കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ ഇപ്പം നമ്മൾ തേർഡ് പാർട്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത് സ്ഥാപനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ. ബാങ്കുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പം ഡാറ്റ ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും തരൂല അല്ലേ. അപ്പോൾ അങ്ങനെ ആരും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കോർപ്പറേറ്റ് സ്ഥാപനം ബാധ്യസ്ഥനാണ്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കാം, IT ആക്ടിലെ സെക്ഷൻ 43A പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലേ. നമ്മൾ SI എക്സാം 2023 SI എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, 43A ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനായുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് 43A ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു അല്ലേ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, കമ്പ്യൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചാൽ. അങ്ങനെ ഒരു വാക്ക് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതല്ല. ഇനി 43A കമ്പ്യൂട്ടർ തടസ്സം നേരിട്ടാൽ അതും എന്തിൽ വരുന്നതല്ല, ഇതിൽ വരുന്നല്ല. ഓൾറെഡി നമ്മൾ 43 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? ഇത് രണ്ടുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ ഇല്ലേ. അപ്പോൾ അതിലാരാവാം? കമ്പനിയാവാം, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാകാം, വ്യക്തികളാവാം അല്ലേ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാകാം, അല്ലെങ്കിൽ എന്താവാം, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാകാം, ചെറിയ കമ്പനിയാവാം, വ്യക്തിയാവാം. ഇവരൊക്കെ തന്നെ എന്താ 43A പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ് 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് ഇല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ നമുക്കിവിടെ നോക്കാം. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ
കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും കൊടുക്കേണ്ടി വരും. സെൻസിറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ് അല്ലേ, പേഴ്സണൽ ഡാറ്റകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വ്യക്തിൻ്റെ സെൻസിറ്റീവ് സ്വഭാവമുള്ള അല്ലെങ്കിൽ വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതിൽ കൈകാര്യം ചെയ്യുന്നതുമായ കമ്പനികൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബാങ്ക്, അതുപോലെയുള്ള നമ്മളെ എന്താണ് ടെലികോം കമ്പനികൾ, അതൊക്കെയാണ് ഇതിൽ വരും കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് ഡാറ്റ അത് നമുക്ക് തന്നിട്ടുള്ള അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ സെൻസിറ്റീവ് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചും പിഴയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്റ്റാണിത്. IT ആക്ട് 43A. അപ്പോൾ 43A നമ്മൾ പഠിച്ചു. അതിന് രണ്ടിനും എന്തില്ല, ഇത്ര വർഷം ശിക്ഷ എന്ന് പറഞ്ഞിട്ടില്ല. 43 പ്രകാരം ഡാറ്റ എന്താണ്, കമ്പ്യൂട്ടറിൽ കേടുപാടുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 കോടി വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ് കേട്ടോ. അതുപോലെ 43A പ്രകാരം ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്താണ്, 5 കോടി, ഏതാണ്ട് 5 കോടിയോളം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് 65 സെക്ഷൻസ് ഓഫ് IT ആക്ട് 65 ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻ്റ്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിൽ ശരിയായ ഡാറ്റ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് ടാമ്പറിംഗ്. ഈ ഒരു വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ എഴുതി തരാറുണ്ട് കേട്ടോ. ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻസ് ഓഫ് IT ആക്ട് 65. അപ്പോൾ കമ്പ്യൂട്ടറിലെ ശരിയായ ഡാറ്റ നീക്കം ചെയ്യുകയോ തെറ്റായ ഡാറ്റ മാറ്റിച്ച് വെക്കും അല്ലേ. ശരിക്കുള്ള ഡാറ്റ മാറ്റിക്കഴിഞ്ഞ് തെറ്റായ ഡാറ്റ വെക്കൂലേ, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്ഷൻസ് ഓഫ് IT ആക്ട് 65 പ്രകാരം കുറ്റകരമാണ്. അതായത് പണ്ടൊക്കെയുള്ള സാധാരണ കുറ്റത്തിൻ്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താണ് സൈബർ കുറ്റകൃത്യമാണ് ഇത്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കും മാർക്ക് ലിസ്റ്റ്, പ്രോഗ്രസ് കാർഡൊക്കെ തിരുത്തി വേറെ മാർക്കൊക്കെ ആക്കിയില്ലേ, അതിൻ്റെ ഡിജിറ്റൽ ഫോമിലുള്ള കുറച്ചും കൂടി കട്ടി കൂടിയിട്ടുള്ള ഡിജിറ്റൽ ക്രൈം അല്ലെങ്കിൽ സൈബർ ക്രൈമാണ് എന്തറിയപ്പെടുന്നത് 65. ശരിക്കുള്ള ഇലക്ട്രോണിക് മാധ്യമം ഏതുമാകാം, അതിൽ ശരിയായ ഡാറ്റ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഓർമ്മിച്ചാൽ മതി, മാർക്ക് ലിസ്റ്റ് തിരുത്തി പഴയ മാർക്ക് മാറ്റി പുതിയ വേറൊരു മാർക്ക് ഇടുന്നില്ല, അതിവിടെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഓഫ് IT ആക്ടാണിത് 65. അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സംബന്ധിച്ചിട്ടുള്ള വകുപ്പാണ് 65. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയോ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ, ഈ ടേമൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ് ടാമ്പറിംഗ് 65. സൈബർ ടാമ്പറിംഗ് നടത്തുന്നവർക്കെതിരെ ഒരു വാറൻറ്റും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടിയെടുക്കാം അല്ലെ. കോഗ്നിസിബിൾ ആൻഡ് ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടുന്ന വകുപ്പാണ് കേട്ടോ. നമ്മുടെ സെക്ഷൻസ് ഓഫ് IT ആക്ടിൽ മോസ്റ്റ് ഓഫ് ദ കേസ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ എന്താണ്, ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് കേട്ടോ, ബെയിലബിൾ ആണ്. അപ്പോൾ ഈ 65ൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴ, അതും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയിട്ടാണ് വരിക. അപ്പോൾ കേസിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് എത്രയാണ്, മാക്സിമം 3 വർഷം വരെ പോകാം. അതുപോലെ എമൗണ്ട് ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് എത്ര വരെ പോകാം, 2 ലക്ഷം രൂപ വരെ പോകാം. അത് അത്രയും കാഠിന്യമുള്ളതാണെങ്കിൽ രണ്ടും കൂടിയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 65 മുതൽ നമ്മൾ ശിക്ഷകൾ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാറിപ്പോകുന്ന കേസാണല്ലേ. അപ്പം 3 വർഷം വരെ തടവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ അത് തിരിച്ചിട്ടൊക്കെ വരും, 2 വർഷം തടവ് എന്നൊക്കെ വരും. അപ്പോൾ അവിടെ സംശയം വരും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, പണിഷ്മെൻറ്റ് വരുന്നതിൽ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും 3 വർഷമാണ് തടവ് ശിക്ഷ കൊടുക്കുന്നത്. അതായത് ഈ 3 വർഷം വരെയുള്ള തടവ് ശിക്ഷയുള്ള എല്ലാ സൈബർ കേസുകൾക്കും ജാമ്യം കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ 3 years ആണെന്ന് ഓർത്ത് വെക്കണം, മാറിപ്പോതെ 3 years. അപ്പം നമ്മൾ 65ൻ്റെതാണ് നമ്മൾ 3 years പഠിച്ചത്. ഞാൻ ഒന്ന് കണക്ട് ചെയ്യാണ്. 66 കുറേ എണ്ണം ഉണ്ട് അല്ലേ, ABCDE പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. അതിൽ 65A, B, C, D,
അഞ്ചാമത്തത്. അതായത് 65 66 ഇ വരുന്നുണ്ടല്ലോ, ABCDE അഞ്ചാമത്തത്. ഇവിടെ 65 ഈ 5ഉം 66 ആൽഫബറ്റിലെ അഞ്ചാമത്തെ ഇക്കും ഒരേ ശിക്ഷയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 65നും 66 കുറേ എണ്ണമുണ്ട്, അതിൽ ഇ വരുന്നത് അഞ്ചാമത്തെ ലെറ്ററാണ്, അതിനും ഒരേ ശിക്ഷയാണ്. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെയാണ് അവിടെ എന്ത് വരുന്നത്, പിഴ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറവുമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ, സോഴ്സ് കോഡുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ സോഴ്സ് കോഡുകൾ, സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടത് എന്താണ് വരുന്നത്, 65 ആണ് കേട്ടോ. സെക്ഷൻസ് ഓഫ് IT ആക്ട് 65. അപ്പോൾ 65 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടാമ്പറിങ് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണേത്, 66 ഇല്ലേ. പണ്ട് നമ്മൾ 66 ഹാക്കിംഗ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. ഹാക്കിംഗ് തന്നെയാണ്, പക്ഷെ നമ്മൾ 2008 ഭേദഗതി വന്നതോടുകൂടി ഈ ഹാക്കിംഗ് എന്ന വാക്ക് ഇവിടെ എന്താക്കി മാറ്റി, 66ൻ്റെ ഡെഫിനിഷൻ എന്താക്കി മാറ്റി, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്. അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് ഏത് വരുന്നത്, 66 അല്ലേ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് 66. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ 43-ാം വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പം 43 നമ്മൾ പറഞ്ഞില്ലേ, 43 നമ്മൾ കുറച്ച് പോയിന്റ് പഠിച്ചില്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അങ്ങനെയുള്ള കേടുപാടുകൾ വരുത്തി കഴിഞ്ഞാൽ, വൈറസ് കയറ്റി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ഉള്ള ശിക്ഷേനെ കുറിച്ചിട്ട് എന്തിൽ പറയുന്നുണ്ട്, 66 പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്കത് നോക്കാം, അപ്പം ക്ലിയർ ആവും. ഓക്കെ. ഇനി ഹാക്കിങ്ങിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. ഇത് ജാമ്യം കിട്ടുന്നതാണ് കേട്ടോ, കോഗ്നിസബിൾ ആൻഡ് ബെയിലബിൾ ആണ്, ജാമ്യം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വർഷം സെയിം തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൈബർ ക്രൈമിൻ്റെയും ശിക്ഷ എന്ത് തന്നെയാണ്, 3 വർഷം തന്നെയാണ് അല്ലേ. എമൗണ്ട് നോക്കിയേ, ഇവിടെ എമൗണ്ട് കൂടിയില്ലേ, എത്ര ലക്ഷം രൂപയാണ് പറഞ്ഞത്, 5 ലക്ഷം രൂപ വരെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 2008 ഭേദഗതി പ്രകാരം സെക്ഷൻ 66 ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റി അല്ലേ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഡാറ്റ മോഷണമാണ് അല്ലേ. അപ്പം അങ്ങനെ ഡാറ്റ മോഷ്ടിക്കുന്ന ആൾക്കാരെയാണ് എന്തറിയപ്പെടുന്നത്, ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പ്രധാനമായിട്ടും 3 തരത്തിൽ എന്തുണ്ട്, ഹാക്കേഴ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, പിന്നെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, പിന്നെയാണെന്ത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ആണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അല്ലേ. അപ്പോൾ അതിൽ ഓൾറെഡി വന്ന ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചു വെച്ചതുമാണ് ഏറ്റവും നല്ല ഹാക്കേഴ്സ്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിലേതാണ്, അതെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് എത്തിക്കൽ ഹാക്കേഴ്സ്. നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഡാറ്റ മോഷ്ടിക്കുന്നു അല്ലേ. ഏറ്റവും മോശം ഹാക്കേഴ്സ് ആണ് ഏത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലേ. അപ്പം ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് മറ്റുള്ളവരെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് ഡാറ്റ മോഷ്ടിക്കുന്നവരാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടായിട്ടും വൈറ്റായിട്ടും ബ്ലാക്ക് ആയിട്ടും ആക്ട് ചെയ്യുന്നതാണ് എന്തറിയപ്പെടുന്നത്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നു. വൈറ്റ് ഹാക്കേഴ്സ് അറിയപ്പെടുന്ന പേരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. ബ്ലാക്ക് ക്രാക്കർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ രണ്ടിൻ്റെയും ആക്ടിവിറ്റി ബ്ലാക്കായിട്ടും വൈറ്റായിട്ടും ഗ്രേ ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രേയും ക്രാക്കേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഇത് പാട്രിയോട്ടിക് ഹാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം 3 ആളും തന്നെ ഡാറ്റ മോഷണമാണ് ചെയ്യുന്നത്. ഒരാൾ നല്ല ലക്ഷ്യത്തോടു കൂടി, ഒരാൾ മോശം ലക്ഷ്യത്തോടു കൂടി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം
ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡാറ്റ മോഷ്ടിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, അത് ക്ലിയർ ആണ് അല്ലേ. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലീസ് ടീമൊക്കെ ഓർത്ത് നോക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ പോലീസുകാരിൽ നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടാവും അല്ലേ. പോലീസുകാർ എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ മോഷ്ടിക്കുന്നത്? ഇപ്പം ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അറിയാണ്ടല്ല അവരെൻ്റെ ഡാറ്റ എടുക്കുക അല്ലേ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി എൻ്റെ കോൾ ലിസ്റ്റ്, അതുപോലെ നമ്മളെ വാട്സപ്പ്, അതുപോലെ നമ്മളെ ചാറ്റ് ലിസ്റ്റുകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാണ്ട്, ഈവൻ ബാങ്ക് അക്കൗണ്ട് വരെ അവർക്ക് എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആണല്ലോ നമ്മൾ അറിയുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ചില വ്യക്തികളൊക്കെ ന്യൂസിൽ കാണില്ലേ, അറസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ പോലീസുകാർ ഈ ഒരു വ്യക്തിൻ്റെ പുറകെ 2 വർഷമൊക്കെ നടക്കുക അല്ലേ. അപ്പോൾ അവിടെ നമ്മളറിയാണ്ട് നമ്മളെ ഡാറ്റ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഡാറ്റ മോഷണം എന്നവിടെ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, പോലീസുകാർ എല്ലാ ഓർഗനൈസേഷനിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും ഡാറ്റ യൂസ് ചെയ്യുക, മോശം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും ഡാറ്റ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇനി വരുന്നത്, അതുകൊണ്ടാണ് ഇതിൽ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് രണ്ടിലും പെടുമെന്ന് പറയുന്നത്. അടുത്തത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇങ്ങനെ ഓർത്ത് നോക്കുക, നമ്മളെ പോലീസുകാരെയൊക്കെ സഹായിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളില്ലേ, അവരാണ് ഓർത്ത് നോക്കുക. അപ്പോൾ അവർക്ക് ഇപ്പോൾ പോലീസുകാർക്ക് എല്ലാ കേസ് തെളിയിക്കാൻ പറ്റും അല്ലേ, പക്ഷേ ചില കേസിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അല്ലേ. ആ ഒരു സമയം കൊണ്ട് അവർക്ക് ലക്ഷക്കണക്കിന് കേസുകൾ തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളെ ഏൽപ്പിക്കുന്ന അവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് ഓർത്ത് നോക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ CID മൂസയിലൊക്കെ ഉണ്ടായില്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ, അതൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അവർക്ക് ഏത് വ്യക്തിയാണോ വേണ്ടത് ആ വ്യക്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ആക്സസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ വേറെ ഒന്നും കള്ളത്തരമൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ശിക്ഷ എന്ന് പറഞ്ഞത് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെയാണ് പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വർഷം ഇവിടെ ഉറപ്പിച്ചേക്കുക 3 വർഷം. നമ്മൾ പഠിച്ച ഇപ്പോൾ ഒക്കെ തന്നെ എന്താണ് 3 വർഷമാണ് വന്നിട്ടുള്ളത്. അടുത്തത് PVQ ആണ്. ജോയിൻറ്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. അപ്പോൾ IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചത്. 66 ആണ്. 66-ന് കീഴിൽ വേറെയും വകുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ആക്സസ് നേടുന്നതിന് പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് ശരിക്കുള്ള വ്യക്തിക്ക് പ്രവേശനം നിഷേധിച്ചു, അതുപോലെ തന്നെ ഫയലുകൾ ഇല്ലാണ്ടാക്കി, കൂട്ടിച്ചേർത്ത്, പാസ്വേഡൊക്കെ മാറ്റി ചെയ്തു. അപ്പോൾ അത് എന്തിലാണ് വരുമെന്ന് വെച്ചാൽ 66-ലാണ് വരിക. 66-ൽ കുറേ വകുപ്പുകൾ പഠിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, A മുതൽ F വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. നോക്കാം. നെക്സ്റ്റ്, കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമാണ്? 3 വർഷം വരെ തടവ്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട്. അത് വരുന്ന ഏതാണ്? C ഓപ്ഷനാണ് വരുന്നത് അല്ലേ. ഓക്കെ. അടുത്തത്, കമ്പ്യൂട്ടറിൻ്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റമാണ് ചെയ്യാവുന്ന? ഏതാണ് കൂട്ടിച്ചേർക്കാന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് വരുന്നത് 66, കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യം അല്ലേ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതാണ് ഇവിടെ വരുന്നത്. അത് കിട്ടും. അതായത് ബാക്കി ഓപ്ഷൻ കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ഒരു സംശയമൊക്കെ തോന്നും. അപ്പോൾ ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ കാണുമ്പോൾ പേടിച്ചു പോകണ്ട. ഓക്കെ. നെക്സ്റ്റ്, മറ്റ് വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? താഴെ തന്നിട്ടുള്ളത് IT ആക്ടിലെ ഏത് നിയമപ്രകാരമാണ് ഒരു വ്യക്തിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ് വരുന്നത്? സെക്ഷൻസ് ഓഫ് IT ആക്ട് 66-ൽ പെടുന്നതാണ്.
പാസ്വേഡ് മോഷ്ടിച്ച് ചെയ്യുന്നതാണല്ലോ. അടുത്തത് കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ താഴത്തെ നിലയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വൈറസ് നോക്കിയേ 43 നമ്മൾ പഠിച്ചിട്ടില്ലേ, 43 വൈറസ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ 43 പ്രകാരം കുറ്റകരമാണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഇനി നമ്മൾ 66 ഇപ്പോൾ പഠിച്ചിട്ടില്ലേ, 43 പ്രകാരം ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷേനെ കുറിച്ചിട്ട് എന്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് 66 പറയുന്നുണ്ടെന്ന് ഇപ്പോൾ പഠിച്ചില്ലേ അല്ലേ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ എയും ബിയും ശരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 66 നമ്മൾ പഠിച്ചു, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസ് അല്ലെങ്കിൽ ഹാക്കിംഗ്, ഡാറ്റ മോഷണമാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് 66A. അപ്പോൾ ഇത് നമുക്ക് നിലവിലില്ലാത്തൊരു ആക്റ്റാണ് അല്ലേ. അതെന്താ പറയുന്നത്, പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ എ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലേ. അപ്പോൾ അതായത് സോഷ്യൽ മീഡിയകളിലൂടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരാൾക്കെതിരെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലേ, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പണ്ട് കുറ്റകരമായിരുന്നു. അപ്പോൾ സെക്ഷൻസ് ഓഫ് IT ആക്ട് 66A പ്രകാരം കുറ്റകരമായിരുന്നു. പിന്നീട് സുപ്രീം കോടതിക്കെതിരെ ഒരു വനിത അല്ലെ, സുപ്രീം കോടതിയിൽ ഈ വനിത ശ്രേയാ സിൻഹാൽ എന്ന് പറയുന്നൊരു വനിത കേസ് കൊടുക്കുന്നു. അങ്ങനെ സുപ്രീം കോടതി 2015 മാർച്ച് 24 ഈ 66A നമ്മളെ സെക്ഷൻസ് ഓഫ് IT ആക്ടിന് എടുത്തു കളയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെ എന്താ പറയുക, ഭരണഘടനാ ലംഘനമാണെന്ന് കണ്ടെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് അല്ലേ എന്ത് ചെയ്തു, ഇതിനെ എടുത്തു കളയുകയാണ് ചെയ്തത്. അപ്പം നിലവിലിതില്ല. പക്ഷെ 66A എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, പണ്ടത് കുറ്റകരമായിരുന്നു, ഇപ്പം കുറ്റകരമല്ല. ഓക്കെ. ഇനി 66B. 66B ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഒരേ പണിഷ്മെൻ്റാണ് വരുന്നത് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 65-നും 66E അല്ലേ, 5ാമത്തെ ഇക്കും ഒരേ ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 66 B, C, D ഒരേ പണിഷ്മെൻ്റാണ്. നോക്കാം 66B എന്താ പറയുന്നത്, പണിഷ്മെൻറ്റ് ഫോർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. സ്റ്റോളൻ ഡിവൈസുകൾ അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ, ഇപ്പോൾ ക്യാമറ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏതെങ്കിലും മോഷ്ടിക്കുകയോ മോഷ്ടിച്ച സാധനങ്ങൾ കയ്യിൽ വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് 66B പ്രകാരം കുറ്റകരമാണ്. എന്താ പറയുന്നത്, 3 വർഷം വരെ തടവ്, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട്. ഇതൊക്കെ ജാമ്യം കിട്ടുന്ന കേസാണ്, അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴ. അപ്പോൾ ബിക്കും സിക്കും ഡിക്കും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ 1 ലക്ഷമാണ് വരുന്നത്, 3 വർഷം തടവും 1 ലക്ഷം രൂപ വരെയാണ് പിഴ വരുന്നത്. ഓക്കെ. ഇനി 66C എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തഫ്റ്റ്, റിപ്പീറ്റഡ് PVQ ആണ് അല്ലേ. അതായത് മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പാസ്വേഡ് മോഷ്ടിച്ച് ഏത് സെക്ഷനിലാണ് വരുന്നതൊക്കെ ചോദിച്ചിട്ടില്ല, പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കുറ്റകൃത്യം. അപ്പം മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് എന്നിവ കൈക്കലാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്തിൽ വരും, 66C വരും. ഈ ഒരു ടേം ഓർത്ത് നോക്കുക, ഐഡൻറ്റിറ്റി തഫ്റ്റ്. ഓക്കെ. പണിഷ്മെൻറ്റ് നോക്ക്, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴ. ബിക്കും സിക്കും ഡിക്കും ഒരേ പണിഷ്മെൻ്റാണ്. അപ്പോൾ പഠിക്കാൻ സുഖമാണ് അവിടെ വരുന്നത് അല്ലേ. 66C പാസ്വേഡാണ് ഇവിടെ ഓർത്ത് നോക്കുക. പാസ്വേഡ്, ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എന്നിവ മോഷ്ടിച്ചു കൊണ്ടുള്ള ക്രൈമാണ് ഇതിൽ വരുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡൻറ്റിറ്റി മോഷണം കണ്ടില്ലേ, ഐഡൻറ്റിറ്റി തഫ്റ്റ്, ആ ഒരു ടേം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരിക, ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡൻറ്റിറ്റി തഫ്റ്റ്, ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴ. ഇവിടെയൊക്കെ 2 ലക്ഷമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിച്ചത് പറഞ്ഞത് 1 ലക്ഷം രൂപ വരെ പിഴയാണ്. അടുത്തത്, ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും
ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. എന്നിട്ട് ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ വിഡ്രോ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏതാണ്? പാസ്വേഡൊക്കെ മോഷ്ടിച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ്, തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. നെക്സ്റ്റ്, ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ പ്രകാരം നൽകിയിരിക്കുന്നു. താഴെ തന്നതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റിൽ ഏതാണ് സെക്ഷൻസ് ഓഫ് IT ആക്ട് വരുന്നത്? 66C ആണ് കേട്ടോ. IT ആക്ട് 66C. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് 66D ആണ്. 66D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ്. അതായത് കമ്പ്യൂട്ടർ റിസോഴ്സ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം എന്ന് എന്താണ്? നമ്മളെ മൈക്ക്, ഹെഡ്സെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ക്യാമറ അതൊക്കെ വരും. ആശയവിനിമയ ഉപകരണം വഴിയോ ആൾമാറാട്ടം നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആൾമാറാട്ടം നടത്തുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിന് പറയും, സൈബർ ടേമിൽ എന്ത് പറയും? സ്പൂഫിംഗ് എന്ന് പറയും അല്ലേ? ആൾമാറാട്ടം അല്ലെങ്കിൽ സ്പൂഫിംഗ് അല്ലേ? ഒരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിച്ച PYQ ഉണ്ട്. 2 ഫേസ്ബുക്ക് ID കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് ഏത് പ്രകാരം കുറ്റകരമാണ്? ഏത് പ്രകാരമാണ്? 66D പ്രകാരം. ഒന്നല്ലേ നമുക്ക് കറക്റ്റായിട്ട് ഒറിജിനലായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? മറ്റെന്തായിരിക്കും? ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഒരുപാട് കള്ളത്തരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾമാറാട്ടല്ലേ ശരിക്കും അവിടെ നടക്കുന്നത്? അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് ഇത് 66D. പണിഷ്മെൻറ്റ് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ട. 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെയാണ് പിഴ വരുന്നത് അല്ലേ? അപ്പോൾ 66B, C, D ഒരേ പണിഷ്മെൻ്റ് ആണ് വരുന്നത്. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ റിസോഴ്സുകളാണ് ഉപയോഗിച്ച് ആൾമാറാട്ടം, കണ്ടോ? അത് കണ്ടാൽ തന്നെ ഉറപ്പിച്ചോളൂ. ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഏത് വകുപ്പാണ്? 66D ആണല്ലേ ഓപ്ഷൻ. ഇവിടെ 66D ആക്കോട്ടോ. 66D ആണ് കറക്റ്റ് ആൻസർ. റെഡി? നെക്സ്റ്റ്, വ്യാജ അക്കൗണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞില്ല 2 ഫേസ്ബുക്ക് ID, ഏത് ID, ഇൻസ്റ്റ അങ്ങനെയൊക്കെ IDകൾ വെച്ച് കഴിഞ്ഞാൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത് അല്ലേ? വ്യാജ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് വരിക? 66D. ക്ലിയർ ആയല്ലോ? അടുത്തത് 66E ആണ്. സ്വകാര്യതാ ലംഘനം, വയലേഷൻ ഓഫ് പ്രൈവസി. ഒരു വ്യക്തി അറിയാതെ അവരുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അവരറിയാതെ എടുത്തിട്ട്, ഇപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങളുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് 66E പ്രകാരം കുറ്റകരമാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വയലേഷൻ ഓഫ് പ്രൈവസി അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഫോട്ടോസ് എടുത്തിട്ട് അവരറിയാതെ നമ്മൾ ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളായ ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഷെയർ ചെയ്യില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വകാര്യതാ ലംഘനമായി അല്ലേ? അപ്പോൾ അത് 66E പ്രകാരം കുറ്റകരമാണ്. അതിൻ്റെ പണിഷ്മെൻ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചില്ലേ? 3 വർഷം വരെ തടവോ 2,00,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ഇല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്. 66 66E 65ഉം 66Eക്കും ഒരേ പണിഷ്മെൻ്റ് ആണ്. അടുത്തത് 66F. എല്ലാവർക്കും അറിയാം, റിപ്പീറ്റഡ് PYQ ആണല്ലേ? സൈബർ ടെററിസം, രാജ്യദ്രോഹ കുറ്റം അല്ലേ? അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട്
തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് 66F പ്രകാരം കുറ്റകരമാണ്. ജാമ്യമില്ല അല്ലേ, നോൺ ബെയിലബിൾ ആണ്. എത്ര സമയം നമ്മൾ പഠിച്ച എല്ലാം ജാമ്യമുള്ള കേസാണ് അല്ലേ. ഇവിടെ എന്തില്ല, ജാമ്യമില്ല. ശിക്ഷ നോക്കിയേ, ജീവപര്യന്തം തടവാണ് കേട്ടോ, ജീവപര്യന്തം തടവാണ്. ഓക്കെ, IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സൈബർ ടെററിസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏത് വകുപ്പാണ്? 66F ആണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ് അല്ലേ. നെക്സ്റ്റ്, സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ അല്ലേ, അതെന്താണ്? ജീവപര്യന്തമാണ് കേട്ടോ, ജീവപര്യന്തമാണ്, മാറിപ്പോകരുത് കേട്ടോ. ആ ജീവനാന്തം എന്നൊക്കെ ഓപ്ഷനിൽ വരും ഇവിടെ. ഇവിടെ എന്താണ്? ജീവപര്യന്തം തടവാണ്. അടുത്തത് 67. അപ്പോൾ 66ൻ്റെ നമ്മൾ 66 മുതൽ 66F വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോൾ നമുക്ക് ലാസ്റ്റ് അതിനൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി ആ സീരീസ് കഴിഞ്ഞ് 67 അല്ലേ. 66Fന് എന്തില്ല? ജാമ്യമില്ല. അതുപോലെ തന്നെ 67ന് 67Aക്ക് 67Bക്കും ജാമ്യമില്ല. ഓക്കെ, 66F, 67, 67A, 67Bക്ക് എന്തില്ല? ജാമ്യമില്ല. സ്ത്രീകളും കുട്ടികളും ഒക്കെ ബന്ധപ്പെട്ട വകുപ്പുകളാണ്. നോക്കാം, 67 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതാണ് 67. അപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് സെക്ഷൻസ് ഓഫ് IT ആക്ട് 67ൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെ എന്തില്ല? ജാമ്യമില്ലാത്ത വകുപ്പാണ് 67. ഓക്കെ, അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് മിക്കവാറും സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയി ബന്ധപ്പെട്ടൊരു വകുപ്പാണ്. മിക്കവാറും എന്നുള്ള ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് ഒന്നിൽ കൂടുതൽ തവണ ചെയ്യും അല്ലേ. ഒരു വട്ടം ജയിലിൽ കിടന്ന് വീണ്ടും വന്ന് വീണ്ടും ചെയ്യും അല്ലേ. അങ്ങനെ വരുന്ന കേസുകളായതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയേ, ആദ്യ തവണയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓക്കെ, ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ 3 വർഷം ജയിലൊക്കെ കടന്നിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് വരുന്നത്. പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നെ വരുക? ഇത് തന്നെ വരും കേട്ടോ, 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴ. റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ, കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സീരീസ് തന്നെയായിരിക്കും വരും. ഓക്കെ, അപ്പോൾ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപയാണ്. ഇവിടെ എന്തില്ല? ജാമ്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് 3 വർഷം വരെയുള്ള എല്ലാ കേസിനും ജാമ്യം കിട്ടുന്നു, സൈബർ കേസുകൾക്ക് അല്ലേ. പക്ഷേ ഈ കേസിന് എന്ത് കിട്ടില്ല? ജാമ്യം കിട്ടില്ല. സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഭവമാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ ജാമ്യമില്ല. ഫസ്റ്റ് ആണെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഓക്കെ, ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെയാണ് പിഴ വരുന്നത്. അടുത്തത് 67A. നമ്മൾ നേരത്തെ 67 എന്താണോ പറഞ്ഞിട്ടുള്ളത് സെയിം തന്നെ അതിൻ്റെ കൂടെ ഒരു ടേം കൂട്ടിച്ചേർത്തു. എന്താണ്? പോർണോഗ്രഫി, സൈബർ പോർണോഗ്രഫി. പോർണോഗ്രഫി എന്ന ടേം കൂട്ടിച്ചേർത്തത് എന്തിലാണ്? 67Aയിലാണ്. സെയിം 67 തന്നെയാണ്. ഇനി പോർണോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആൻസർ 67A ആണ്. 67B എന്ന് പറഞ്ഞാൽ സെയിം കേസ് തന്നെ, അത് ചൈൽഡ് പോർണോഗ്രഫി. വ്യത്യാസം മനസ്സിലായല്ലോ. 67 എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അമെൻമെൻറ്റ് A വന്നപ്പം അതിലെന്ത് കൂട്ടിച്ചേർത്തു? ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോ ഒക്കെ കയ്യിൽ വെക്കുന്ന അതിൻ്റെ സൈബർ ടേമാണെന്ത്? പോർണോഗ്രഫി. ആ ടേം ഇവിടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഓഫ് IT ആക്ട് 67A. ചൈൽഡ് പോർണോഗ്രഫി, കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ അങ്ങനെയുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 67B പ്രകാരം കുറ്റകരമാണ്. ഇതിനൊന്നും തന്നെ എന്തില്ല? ജാമ്യമില്ല. ഓക്കെ, ഇനി അപ്പോൾ 67Aയും ശിക്ഷ, Aക്കും Bക്കും തന്നെ ശിക്ഷ. ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. 67 രണ്ടാമത്തെ ശിക്ഷയുണ്ടല്ലോ, അവിടെ നിന്ന് കിടത്തോളൂ. എന്നിട്ട് ആവർത്തിച്ച് കഴിഞ്ഞാലോ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെയാണ് പിഴ. ഇവിടെ എന്തില്ല? ജാമ്യമില്ല.
അതുപോലെ തന്നെയാണ് 67B-ക്കും. 67B-ക്കും സെയിം ശിക്ഷയാണ് വരുന്നത്. നോക്കാം, 67B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് പോർണോഗ്രഫിയാണ്. അപ്പം 18 വയസ്സ് താഴെയുള്ള വ്യക്തികളെയാണ് ഈ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. അത് നമ്മൾ പോക്സോലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ കുട്ടിയാണെങ്കിൽ എന്താവണം, 18 വയസ്സ് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് ഏത് വരുന്നത്, 67B വരുന്നത്. അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. അപ്പോൾ 67A-ക്കും 67B-ക്കും ഒരേ ശിക്ഷയാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത് PYQ ആണ്. മിസ്റ്റർ A ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. ഓക്കെ, മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വകുപ്പിൻ്റെ ലംഘനം ആണ് അല്ലേ? ഏത് വകുപ്പിൻ്റെയാണ് നമ്മൾ പഠിച്ച പ്രകാരം ഇവിടെ ഉള്ളത്? 67A അല്ലേ. ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു അല്ലേ. അപ്പോൾ അവിടെ 67 എന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു, പക്ഷെ 67 ഇല്ല, ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ 67A ആണ് ഇവിടെ കറക്റ്റായിട്ട് ഉള്ളത്. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ്? ഓൾറെഡി പഠിച്ചില്ലേ, എത്രയാണ്? 18 വയസ്സിൽ താഴെ. അടുത്തത് ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തതിന് സെക്ഷൻ 67A പ്രകാരമുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ശിക്ഷയ്ക്കുള്ള പരമാവധി ശിക്ഷ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെയാണ് പിഴ വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിൻ്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, അവിടെ തന്നെ കിട്ടി അല്ലേ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ആ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും തന്നെ അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിനാണ് അർഹനാവുക? ഏത് വകുപ്പായിരിക്കും വരിക? ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 67B. നെക്സ്റ്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഠിച്ചല്ലോ, ഏത് പേരിലാണ്? അതെ, സൈബർ പോർണോഗ്രഫി ആയില്ലേ. അപ്പം അവിടെ ഓർക്കേണ്ടത് 67A 67B അതിനെന്തില്ല, ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. 72 എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. അതായത് ഏതെങ്കിലും വ്യക്തിയുടെ, നമ്മൾ നേരത്തെ വയലേഷൻ ഓഫ് പ്രൈവസി പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്വകാര്യതാ ലംഘനം പഠിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ടേമും കൂടി കൂടിയിട്ടുള്ളതാണ് 72. ഏതെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, ഈ ഡയറികൾ, ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രോണിക്, അത് ഇമെയിലുകൾ, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുന്നത്. എൻ്റെ സമ്മതം ഇല്ലാതെ എൻ്റെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ അല്ലേ, ഈ ഇലക്ട്രോണിക് ഡയറികൾ, ഈ റെക്കോർഡുകൾ, പേഴ്സണൽ വസ്തുക്കൾ കൈവശം പെടുത്തി കഴിഞ്ഞാൽ 72 പ്രകാരം കുറ്റകരമാണ്. നമ്മൾ നേരത്തെ വയലേഷൻ ഓഫ് പ്രൈവസിയിൽ എന്താ പറഞ്ഞത്? ഒരു വ്യക്തി അറിയാതെ അയാളുടെ പ്രൈവസി ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇവിടെ ഇത്രയും വസ്തുക്കൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് IT ആക്ട് 72 പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, 72ൻ്റെ പണിഷ്മെൻറ്റ് നോക്ക്, ഇത് 2-ലല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓർക്കണേ, 2 വർഷം വരെയാണ് തടവ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചേക്ക് 3 വന്നത്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് 72നെ 2-ൽ പിടിക്കുക, എന്നിട്ട് നേർപകുതി എമൗണ്ട് ഇത്രയായിരുന്നു. പക്ഷെ ഇപ്പോൾ എമൗണ്ട് കൂട്ടി എത്രയാക്കിയിട്ടുണ്ട്? 5 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്.
ഇനി 77B എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് വിത്ത് 3 year ഇംപ്രിസൺമെന്റ് ടു ബി ബെയിലബിൾ. നമ്മൾ പറഞ്ഞില്ലേ 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള എല്ലാ സൈബർ കേസുകൾക്കും ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഏത് 77B പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് CRPC പറഞ്ഞിട്ടുള്ളത് ഉണ്ട്, പക്ഷെ അതിൽ കൂടാതെ ആ CRPC പുറമെ അല്ലേ എന്താണ് നമുക്ക് സൈബർ കേസുകൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള എല്ലാ സൈബർ കേസുകൾ, വേറെ കേസുകൾക്കില്ല, എല്ലാ സൈബർ കേസുകൾക്കും ജാമ്യം കിട്ടാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് ഏത് വരുന്നത് 77B. നെക്സ്റ്റ് 78 കഴിഞ്ഞു. പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസ് അല്ലെ, കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ഓഫ് IT ആക്ട് ആണ് ഏത് 78. ഓക്കെ, ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പാണ് 78. ഏത് ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 78. നോക്കാം, ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, IT ആയിട്ടുള്ള സെക്ഷൻ 66B ഉണ്ട്, പിന്നെ അതിൽ രണ്ടാമത്തത് 66C ഉണ്ട്, 66D ഉണ്ട്, 66E ഉണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് കണക്ട് ഏതൊക്കെയാണ് വരിക? 66D ഇതിൽ ഓപ്ഷനിൽ വരുന്നത് മോഷ്ടിച്ച, ഓപ്ഷനായിട്ട് വരുന്നത് മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉറവിടമുണ്ട്, പിന്നെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതുണ്ട്, അതാണ് എന്തിൽ വരിക E വരിക അല്ലേ. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് എന്തിൽ വരിക Cയിൽ വരിക. അതിൽ ഓപ്ഷൻ ഇപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? നാലാമത്തത് വരുന്നത് E ആണ്. അപ്പോൾ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതയുമായി ബന്ധപ്പെട്ടല്ല 4 വരുന്നത് E വരുന്നത്. നാല് B വരുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാമല്ലോ. നാലാമത്തത് B വരുന്ന ഓപ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. എന്താ 4B വരുന്നത് നമുക്ക് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് അറിയുന്നത് അവിടെ ഒറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 72 എന്നുള്ളത്, 72ൻ്റെത് പണിഷ്മെൻറ്റ് 2 വർഷവും 1 ലക്ഷം രൂപ വരെയായിരുന്നു പിഴ. ഇപ്പം ഇത് ഈ 1 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ആക്കി മാറ്റി എന്ന് പറഞ്ഞില്ലേ അല്ലേ. അതായത് ജൻ വിശ്വാസ് അമെൻമെൻറ്റ് ഓഫ് പ്രൊവിഷൻ ആക്ട് 2023 പ്രകാരമാണ് ഈ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ലോക്സഭ പാസ്സാക്കിയത് 2023 ജൂൺ 27-നാണ്. അത് രാജ്യസഭ പാസ്സാക്കിയത് 2023 ഓഗസ്റ്റ് 2-നാണ്. അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 11-നാണ്. അങ്ങനെ 2023 നവംബർ 30-ന് ജൻ വിശ്വാസ് നിയമത്തിലെ IT ആക്ടുമായി ബന്ധപ്പെട്ട ഭേദഗതി നിലവിൽ വന്നു. അങ്ങനെയാണ് ഈ 72-ൽ ഈ 1 വർഷം 1 ലക്ഷം രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഓഫ് IT ആക്ടും അതുമായി ബന്ധപ്പെട്ട PYQസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 43 നമ്മൾ പഠിച്ചു, 43A പഠിച്ചല്ലേ. അപ്പോൾ ഒന്ന് ക്ലാസ്സിന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ 43 എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഇലക്ട്രോണിക് ഉപകരണം നശിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 43A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 65 നമ്മൾ പറഞ്ഞ ടാമ്പറിംഗ് ആണ്, 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. 66-നും കണ്ടോ സെയിം പണിഷ്മെൻ്റ് ആണ് ഉള്ളത്. 66E-ക്കാണ് കേട്ടോ. 65-നും 66E-ക്കും ഒരേ പണിഷ്മെൻ്റ് ആണ് വരുന്നത്. ഇനി 66 ഉണ്ട്, 66A, 66B ഉണ്ട്, 66C, 66D, 66E, 66F. അപ്പോൾ ഞാൻ ഈ 66 സീരീസിനൊന്ന് കണക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ 66 നമുക്കറിയാം ഹാക്കിംഗ് ആണ്, 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഡൺ അല്ലേ. പിന്നെ 66A നിലവിൽ ഇല്ലാത്തൊരു വകുപ്പാണ്. അത് നമ്മൾ പറഞ്ഞു സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലേ. അപ്പോൾ ഫേസ്ബുക്ക് വഴിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പണ്ട് കുറ്റകരമായിരുന്നു, ഇപ്പം നിലവിൽ കുറ്റകരമല്ല അല്ലേ. അപ്പോൾ അത് ഓർക്കുക, സോഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്ക് 66B എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച ഡിവൈസുകൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലേ. BCD ഒരേ ശിക്ഷയാണ്, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 66Bയിൽ മോഷ്ടിച്ച ഉപകരണങ്ങൾ കയ്യിൽ വെച്ച. 66C എന്ന് പറഞ്ഞാൽ
പാസ്വേഡ് മോഷ്ടിച്ച അല്ലേ, സെൻസിറ്റീവ് വിവരങ്ങളിൽ പാസ്വേഡ് മോഷ്ടിച്ച. 66D എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടാണ് അവിടെ വരുന്നത്. E പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. F സൈബർ ടെററിസം ആണ്. ഇനി 67, 67A, 67B ടെററിസം, ഇവയ്ക്കൊന്നും എന്തില്ല, ജാമ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 67, 67A, 67B അല്ലേ. ഇനി ഞാൻ ഈ 66 ഒന്ന് കണക്ട് ചെയ്യുന്ന തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു 66 എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 66 ഹാക്കിംഗ് ആണ്. അതിൽ മാറിപ്പോകുന്നതിന് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹാക്കിങ്ങിൻ്റെ HA ഞാൻ ഇങ്ങോട്ട് എടുത്ത് അതിൽ വെറുതെ ഒരു പേര് ഞാൻ കണക്ട് ചെയ്തു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ പേര് ഓർത്താൽ മതി. ഓക്കെ, ഒരു പേര് വെറുതെ ഇട്ട് ഹമീദ് എന്ന് പറഞ്ഞിട്ടൊരു പേര്. ഓക്കെ, HA ഹാക്കിംഗ് 66 ഹാക്കിംഗ് അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് 66A നിലവിലില്ലാത്തതാണ്. സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലേ. സോഷ്യൽ നെറ്റ്വർക്ക്, അതിന് ഞാനിവിടെ SN എന്ന് കൊടുത്തിട്ടുണ്ട്. SN ആണ്, സോഷ്യൽ നെറ്റ്വർക്കാണ്. ഒരുമിച്ച് തന്നെ എഴുതണം. നമ്മൾ സോഷ്യൽ മീഡിയ ഒരുമിച്ചല്ലേ പറയാം. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് ഒരുമിച്ച് വരണം. SN വേറെ വേറെ കൊടുക്കരുത്. സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പം നമ്മൾ ഹമീദ് എന്ന് പറഞ്ഞ ഒരാളായി, ഇവിടെ SN ആയി. പിന്നെ നമ്മൾ ഇവിടെയുള്ള മോഷ്ടിച്ച ഡിവൈസുകളല്ലേ, അതിൻ്റെ D എടുത്തു. പിന്നെ മോഷ്ടിച്ച പാസ്വേഡുകൾ, ഐഡൻറ്റിറ്റി തഫ്റ്റിൽ പാസ്വേഡല്ലേ മെയിനായിട്ട് മോഷ്ടിക്കുന്നത് അല്ലേ, അത് P എടുത്തു. അപ്പോൾ ഇതിനൊന്ന് കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് വരും, ഇവിടെ നോക്കിയേ, ഇതിൽ നമുക്ക് എന്ത് വന്നു, 66A എന്ന് പറയുമ്പോൾ SN വന്ന്, പിന്നെ എന്ത് B വരുമ്പോൾ എന്ത് വന്നു, ഡിവൈസ് മോഷണമാണ്. ഇവിടെ പാസ്വേഡ് മോഷണമാണ് അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി വായിച്ച് നമുക്ക് എന്ത് കിട്ടി, SNDP എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം SN സോഷ്യൽ നെറ്റ്വർക്ക് ഒരുമിച്ചാണ്. ഇവിടെ S ഇട്ട് ഇവിടെ N ഇട്ടാൽ തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ പഠിച്ച് സെറ്റാക്കിയ ഒരു പ്രശ്നമല്ല, അല്ലാത്തവരെ എൻ്റെ കൂടെ പോരും കേട്ടോ. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക്, ഡിവൈസ് മോഷണം, പാസ്വേഡ് മോഷണം, SNDP എന്ന് കിട്ടിയല്ലോ. ഇത് നമ്മളിവിടെ കൂട്ടി വായിക്കുന്നത്. ഹമീദ് എന്ന് പറയുന്നൊരു വ്യക്തി SNDPയിൽ ചേർന്നു. ഒരിക്കലും ചേരൂലല്ലോ. അങ്ങനെ ചേർന്നാൽ തന്നെ അവിടെ എന്തായി മാറി, സ്പൂഫിങ്, ആൾമാറാട്ടമായി മാറി അല്ലേ. ആൾമാറാട്ടം ആയി മാറി. അപ്പോൾ ഹമീദ് SNDP ചേർന്ന് ആൾമാറാട്ടം നടത്തി. എന്നിട്ട് ഇവിടെ എന്താണ്, വയലേഷൻ ഓഫ് പ്രൈവസി അല്ലേ. അപ്പം മറ്റൊരു വ്യക്തിൻ്റെ ഫോട്ടോ അല്ലേ, സ്വകാര്യ ഫോട്ടോസ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്തു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, സൈബർ ടെററിസം നടത്തി. 66 സീരീസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹാക്കിങ്, സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, ഡിവൈസ് മോഷണം, പാസ്വേഡ് മോഷണം, ആൾമാറാട്ടം, ഇനി വയലേഷൻ ഓഫ് പ്രൈവസി അല്ലേ. അപ്പോൾ ഹമീദ് SNDPയിൽ ചേർന്ന് ആൾമാറാട്ടം നടത്തി, ഒരാളെ പ്രൈവസി ലംഘിച്ച് സൈബർ ടെററിസം നടത്തി. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്, സോഷ്യൽ നെറ്റ്വർക്ക് SN ഒരുമിച്ചാണ്. ഇവിടെ പരീക്ഷ ഹാളിൽ കയറിയിട്ട് ഇവിടെ S-ഉം ഇവിടെ N ഇട്ട് അവിടെ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളെ സെക്ഷൻസ് ഓഫ് IT ആക്ട് എന്നുള്ള ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻസ് ഓഫ് IT ആക്ട് നമ്മളെ സേനകളിലേക്കുള്ള എക്സാമിന് 2 മാർക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട PYQs നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സാമിനൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച്.